നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ യാത്രയിലാണ്, ശബരിമലയ്ക്കുള്ള യാത്രയാണ്. ആ യാത്ര ചെയ്യുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ എലിവേറ്റ് എന്ന SUV-ലാണ്. ഈ വാഹനത്തിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടിയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ചു ദൂരം ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് പിന്നെ നമുക്ക് അതിനുശേഷം ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് പോകാം. ഞാനിപ്പം യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഷൊർണൂരിൽ നിന്നാണ്. ഷൊർണൂരിൽ നിന്ന് ഏതാണ്ട് 220 കിലോമീറ്ററോളം ദൂരമുണ്ട് ശബരിമലയ്ക്ക്. അപ്പം നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം. രാത്രി 8 മണിയോടെ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ വടക്കാഞ്ചേരിക്കടുത്തുള്ള അകമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ തേങ്ങയുടച്ച് യാത്ര തുടർന്നു. ഒൻപത് മണിയോടെ മണ്ണുത്തിയിലെത്തി നാഷണൽ ഹൈവേയിലേക്ക് കടന്നു. ഇവിടെ നിന്ന് അങ്കമാലി വരെയുള്ള 40 കിലോമീറ്റർ ദൂരത്ത് ആമ്പല്ലൂർ, കൊടകര, മുരിങ്ങൂർ, കറുകുറ്റി എന്ന 4 സ്ഥലങ്ങളിൽ 6 ലൈൻ ഹൈവേയുടെ വർക്ക് നടക്കുന്നതിനാൽ അതെല്ലാം കടന്ന് 10:30യോടെയാണ് അങ്കമാലി എത്തുന്നത്. എലിവേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പേസ് തന്നെയാണ്. കമ്പനി പറയുന്ന പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയ ഒരു വണ്ടിയാണ് എലിവേറ്റ്. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം ഇത്രയും ഹെഡ് റൂം കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഷോൾഡർ റൂം ആണെങ്കിലും എല്ലാം വളരെ വിശാലമായിട്ട് നമുക്ക് ഇരിക്കാം. ഇതിന്റെ സെയിം സെഗ്മെന്റ് വരുന്ന മറ്റ് SUV-കളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബിഗ്ഗർ ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഇപ്പൊ നമ്മൾ ഹൈവേയിൽ പോകുന്ന സമയത്ത് ഏതാണ്ട് 4 ഭാഗങ്ങളിലാണ് ഈ ഹൈവേയിലെ ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നത്. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ പോകുമ്പോഴും വളരെ മോശം റോഡാണെങ്കിൽ പോലും അധികം പിടിച്ചുലയ്ക്കാത്ത രീതിയിലുള്ള സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യാത്രാസുഖത്തിന്റെ കാര്യത്തിലൊന്നും ഈ വണ്ടി ഒട്ടും പിന്നിലല്ല എന്നുള്ളത് നമുക്ക് ഇതിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അറിയാനുണ്ട്. എന്തായാലും നമ്മളിന്ന് നല്ല ദൂരത്തിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ദൂരം യാത്ര ചെയ്യുമ്പോൾ പലതരത്തിൽ ടെറൈൻ ഉണ്ട്, ഹൈവേ ഉണ്ട്, മോശൻ റോഡുകളുണ്ട്, വളവുകളുണ്ട്, അതുപോലെ ചുരം റോഡുകൾ, കയറ്റങ്ങൾ, ഇറക്കങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ടെറൈനിലൂടെ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോവാണ്, നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഏതാണ്ട് 11 മണിയോട് അടുപ്പിച്ചായി. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. തുടർന്ന് കാലടിപ്പാലവും മൂവാറ്റുപുഴയും തൊടുപുഴയും ഈരാറ്റുപേട്ടയും കടന്ന് രാത്രി 1:45 എരുമേലിയിൽ എത്തിച്ചേർന്നു. മണ്ഡലകാലമല്ലാത്തതുകൊണ്ട് വാവരുപള്ളിയും അയ്യപ്പക്ഷേത്രവും എല്ലാം വിജനമാണ്. നവഗ്രഹ പ്രതിഷ്ഠാ ദിനം അറിഞ്ഞെത്തിയ വളരെ കുറച്ച് ഭക്തർ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. സ്വാമിയെ പുറത്തുനിന്നും തൊഴുത ശേഷം ശബരിമല റൂട്ടിലേക്ക് യാത്ര തുടർന്നു. കുത്തനെയുള്ള കയറ്റം കയറി ആരംഭിക്കുന്ന ഈ റൂട്ട് കൊടും വളവുകളും ഇറക്കങ്ങളും ഒരു വശം താഴ്ചയുമൊക്കെയായി അപകട സാധ്യത കൂടിയ ഒരു സെക്ഷനാണ്. അപ്പൊ നമ്മുടെ ശബരിമല യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവാണ്. നമ്മള് എരുമേലിയൊക്കെ കഴിഞ്ഞ് ശബരിമലയിലേക്കുള്ള റൂട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും സുഖകരമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ആണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഹാൻഡ്ലിംഗ്. നല്ല സുഖമാണ്. നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാണ്ട് നമുക്ക് വണ്ടി ഇതുപോലെ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ എരുമേലി ടു ശബരിമല റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വളവുകളും തിരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളുമായിട്ട് നമ്മുടെ ശരിക്കും ഒരു ചലഞ്ചിങ് റൂട്ടാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു എഫേർട്ട് ഇല്ലായ്മയുണ്ട്. എന്തായാലും നമ്മളൊരു കാടിന്റെ കാഴ്ചയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. തുടർന്ന് കണമലയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള പാലം കടന്ന് റാന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള വനത്തിലേക്ക് പ്രവേശിച്ചു. കൊടും വനത്തിലൂടെയുള്ള യാത്ര ഇളവുങ്കൽ എന്ന സ്ഥലത്തെത്തി. പത്തനംതിട്ട റൂട്ട് ജോയിൻ ചെയ്യുന്നതും മണ്ഡലകാലത്ത് MVDയുടെ സേഫ് സോൺ പവലിയൻ പ്രവർത്തിക്കുന്നതും ഇവിടെയാണ്. വനയാത്ര നിലയ്ക്കലെത്തി. ഇവിടെ വെച്ച് പമ്പ ഹിൽ ടോപ്പിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള പാസ് കിട്ടി. തുടർന്ന് വീണ്ടും കോടമഞ്ഞ് മൂടിയ വനത്തിലൂടെ യാത്ര മുന്നോട്ട്. ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് റോഡെല്ലാം ക്ലിയറായി കാണാം. 3:15 ഞങ്ങളുടെ യാത്ര പമ്പയിലെത്തിയത്. ഹിൽ ടോപ്പിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം ഏകദേശം 4:30 സന്നിധാനത്തേക്കുള്ള കാൽനട യാത്ര ആരംഭിച്ചു. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയുടച്ച് പെരിയാർ ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ചു. ഇവിടെ നിന്നും 4.5 കിലോമീറ്ററോളം ദൂരമുണ്ട് സന്നിധാനത്തേക്ക്. ഒന്ന് സ്പീഡ് കൂട്ടി
അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ. అయ్యప్ప స్వామి శరణం పెళగాగితేను శరణం మణికంఠ ప్రభో శరణం గురునాథని జ్ఞాన ప్రదాయకని శరణ్యుత బంది హరతి ఫలహు శ్రీ పందళేశ కులపాల శరణంగళ శరణు బందే पुरहंद्रे नमः യാത്ര കഴിഞ്ഞ് ഏകദേശം 6:45 ഞങ്ങൾ സന്നിധാനത്തെത്തി. ശബരിമലയിൽ ഒരു പുതുചരിത്രം കുറിക്കുന്ന ദിവസത്തിലാണ് ഞങ്ങൾ എത്തിയത്. മാളികപ്പുറത്തെ പുതിയ നവഗ്രഹ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്ന ജൂലൈ 13-നാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. കൃഷ്ണശില കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ പഞ്ചവർഗത്തറയും പീഠവും കൊത്തിയിരിക്കുന്നത്. പഞ്ചവർഗത്തറയുടെ 4 മൂലയ്ക്കുമുള്ള കൽത്തൂണുകൾ നാഗബന്ധന പൂട്ട് കൊണ്ടാണ് തറയുമായി ബന്ധിച്ചിരിക്കുന്നത്. കഴുക്കോലുകളിൽ ഗജവ്യാളികളുടെ രൂപം കൊത്തിയിരിക്കുന്നു. അവ ശ്രീകോവിലിനുള്ളിലേക്ക് അഭിമുഖമായിട്ടാണ് പണിതിരിക്കുന്നത്. നിലമ്പൂർ തേക്ക് കൊണ്ട് നിർമ്മിച്ച ഈ 28 കഴുക്കോലുകൾ 27 നക്ഷത്രങ്ങളെയും മകരവിളക്ക് സമയത്ത് ഉദിക്കുന്ന മകരജ്യോതിയെയും പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ നവഗ്രഹ പ്രതിഷ്ഠാ ദിനത്തിൽ ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ ശബരിമലയിൽ നിന്നും തിരികെ പമ്പയിലേക്ക് യാത്രയായി. താഴെ പമ്പയിലെത്തിയ ശേഷം പുണ്യനദിയായ പമ്പാ നദിയിൽ കുളിച്ച് ഫ്രഷായി ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു. ഹോണ്ട എലവേറ്റിന്റെ അപെക്സ് എഡിഷൻ എന്ന വേരിയന്റാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിന്റെ കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹോണ്ട എലവേറ്റുമായുള്ള നമ്മുടെ യാത്ര 2ാം ദിവസത്തേക്ക് കിടക്കുകയാണ്. അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഇന്നലെ രാത്രി 8 മണിക്ക് ഷൊർണൂരിൽ നിന്നും ആരംഭിച്ച യാത്രയാണ്. നമ്മൾ പമ്പ വരെ പോയി ശബരിമല സന്ദർശനം നടത്തി അവിടെ തിരിച്ചു വന്ന് ഇപ്പോൾ തിരിച്ച് ഷൊർണൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഓടിച്ചതിൽ ഈ പറഞ്ഞ പോലെ നല്ല സ്ട്രെയിറ്റ് ഹൈവേ ഉണ്ട്, ചുരം റോഡുകളുണ്ട്, മോശം റോഡുകളുണ്ട്, വളവുകളും ഇറക്കങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ വണ്ടി എങ്ങനെ ഹാൻഡിൽ ചെയ്തു, ഈ വണ്ടി എത്രത്തോളം നമ്മളെ കംഫർട്ടബിൾ ആക്കി, നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടിയെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് ആദ്യം പറയാം. ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് തുടക്കത്തിലൊരു സ്റ്റിഫർ ആയിട്ടുള്ള സസ്പെൻഷൻ തരും എന്ന് തോന്നിയിരുന്നെങ്കിലും വലിയ വലിയ ചാട്ടങ്ങളിൽ ചാടുമ്പോഴേക്കും നമ്മളെ പിടിച്ച് ഉരയ്ക്കാത്ത രീതിയിലുള്ളൊരു സസ്പെൻഷൻ സിസ്റ്റമാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ലോങ് ഡ്രൈവിൽ പോകുമ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ചുരം റോഡുകളിൽ പോകുമ്പോൾ വളവുകളും ഇറക്കങ്ങളൊക്കെ എടുക്കുമ്പോൾ ടൈറ്റ് ഹെയർ പിൻ വളവുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു SUV ആണെങ്കിൽ പോലും ബോഡിനോട് കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഈ വാഹനത്തിന്റെ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മളൊരു പ്ലസ് പോയിന്റ് എടുത്ത് പറയാണ്. 7 സ്പീഡ് CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ട്. അങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളെ ഇങ്ങനെ കുതിച്ച് കയറ്റി കൊണ്ടുപോകുന്ന പോലെയുള്ളൊരു ഫീലാണ്. അത് രസമാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഓണറായിട്ടുള്ള എൻ്റെ ഫ്രണ്ട് വിനോദ് പറഞ്ഞ പോലെ ഡ്രൈവിംഗ് സങ്കല്പങ്ങളെ മാറ്റിമറിച്ചൊരു വാഹനം എന്ന രീതിയിൽ പറഞ്ഞു നോക്കുമ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് വളരെ നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്നത്. ഈ വാഹനത്തിന്റെ ഒരു എഞ്ചിൻ സ്പെക്ക് പറയുകയാണെങ്കിൽ 121 PS മാക്സിമം പവറും 145 Nm മാക്സിമം ടോർക്ക് നൽകുന്ന 1.5 ലിറ്റർ IV-Tech പെട്രോൾ എഞ്ചിനാണ്. ഈ വണ്ടിക്ക് കമ്പനി പറയുന്ന മൈലേജ് 16.92 km/ലിറ്റർ ആണ്, അതായത് ഈ ഓട്ടോമാറ്റിക് മോഡലിന്. പക്ഷെ ഇന്നലെ ഞങ്ങളുടെ ഡ്രൈവിൽ ഞങ്ങൾക്ക് ഏകദേശം 19.3 km/ലിറ്റർ മാക്സിമം മൈലേജ് കാണിച്ചു. നമ്മൾ ഇന്നലെ ഞാൻ എങ്ങനെ ഈ വണ്ടി കയറിയോ അതേ ആ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കാരണം അത്രയും എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് സമ്മാനിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു CVT ഗിയർ ബോക്സ് തന്നെയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും ഒരു മാനുവൽ ഗിയർ ബോക്സുള്ള വണ്ടി എടുത്താലാണ് ഡ്രൈവിന്റെ ഹരം ലഭിക്കുക എന്നുള്ളത്. പക്ഷേ ഇതിലും അങ്ങനെ ഒരു ഹരം അത്ര കുറവൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാനുവൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ചിന്തിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാനും ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പം മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ പ്രത്യേകം വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാരവാൻ എഫക്റ്റ് എന്നുള്ള ഈ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ യാത്രയ്ക്ക്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഈ വണ്ടിയിലുണ്ട്. ഞങ്ങൾ 3 പേരും ഇതിന്റെ ബാക്ക് സീറ്റിൽ കിടന്ന് ഉറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും ഒരു കാരവാന്റെ ബാക്കിൽ ഉള്ളിൽ കിടന്നുറങ്ങുന്ന പോലുള്ള ഫീലായിരുന്നു. ഞങ്ങൾ 3 പേരും നന്നായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഒരു കാരവാനിൽ നിന്ന് യാത്ര ചെയ്യുന്ന അതേ കംഫർട്ടിൽ അതേ ഒരു എന്താ പറയുക ഒരു ആംബിയൻസ് ഈ വാഹനത്തിലുണ്ട്. നമ്മുടെ വാഹനം അപ്പെക്സ് എഡിഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. അപ്പോൾ അതിന്റെ കൂടെ ഒരുപാട് അതിന്റെ കിറ്റിന്റെ ഭാഗമായിട്ട് ഒത്തിരി ആക്സസറീസും വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ പില്ലോ അതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു കാരവാൻ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ലക്ഷറി ഫീൽ തരാനുള്ള കാര്യം. നിങ്ങൾക്ക് ഹോണ്ട എലവേറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.